നമസ്കാരം. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഇതൊക്കെ പിരിച്ചെഴുതുക എങ്ങനെയാണെന്ന് അറിയാമോ? ഉത്തിഷ്ഠത എങ്ങനെയാ പിരിച്ചെഴുതുക? ഉത് അധികം തിഷ്ഠത എന്നാണ് എഴുതുക. ഉത് അധികം തിഷ്ഠത. അടുത്തത് ഉത്തിഷ്ഠത എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം. തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിൽക്കൂ എന്നാണ്. ഉത്തിഷ്ഠത എഴുന്നേൽക്കുക. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്തി വരാൻ, നിബോധത. ആര് പറഞ്ഞതാ? വിവേകാനന്ദൻ. ആരോട് പറഞ്ഞതാ? ഈ ലോകരോട് പറഞ്ഞതാ. തപോനിധി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തപഹ അധികം നിധി. അപ്പൊ തപഹ വിസർഗ വന്നതിനാൽ വിസർഗസന്ധി. അടുത്തത് എന്താ? അതി അല്പം. ഇത് അതിന്ന് വായിക്കുവോ? വേണ്ടേ? അതിന്നാണ് എഴുതിയിരിക്കുന്നത്. അതി അല്പം. അടുത്തത് ഹൃദയൈക്യം എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? ഹൃദയ ഐക്യം. അടുത്തത് അനുത്തമം എങ്ങനെ പിരിച്ചെഴുതും? അനു ഉത്തമം. അടുത്തത് ഇവിടെ എന്തായിരുന്നു? സമൈക്യം. സമൈക്യം എന്നുള്ളത് എങ്ങനെ എഴുതുക? സമ ഐക്യം. കണ്ടോ? സമ ഐക്യം. ഇത് ഞാൻ മൊത്തം എഴുതി തീർന്നിട്ടൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളത് എഴുതി പഠിക്കണം. മോഹൈകം. മോഹ ഏകം. ഏകം എന്നേ വരുള്ളൂ, ഐകമല്ല. കണ്ടോ? ചേർത്ത് എഴുതുമ്പോ ഐകം. മോഹ ഏകം മോഹൈകം. ഇത്രയും നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, അടുത്തത് നന്മ എങ്ങനെ പിരിച്ചെഴുതും? നല് അധികം മായാണ്. മനഃ ദുഃഖമാണ്. മനോദുഃഖം, മനസ്സിന്റെ ദുഃഖം അല്ലെ? തജ്ജീവിതം എങ്ങനെ എഴുതും? തത് ജീവിതം. അടുത്തത് അന്വർത്ഥം എങ്ങനെയാ പിരിച്ചെഴുതുക? അനു അർത്ഥം. വായിക്കാൻ പറ്റുന്നുണ്ടോ? ജീവച്ഛവം എങ്ങനെ പിരിച്ചെഴുതും? ജീവത് ശവം. മതേതരം. മതം ഇതരം. നിന്നോളം. നിന്നോളം എങ്ങനെയാ പിരിച്ചെഴുതുക? നിൻ ഓളം. കണ്ടോ? ഇതിങ്ങനെയാണ് ഈ വാക്കുകൾ പിരിച്ചെഴുതുന്നത്. ഇനിയുണ്ട്, ശ്രദ്ധിക്കുക. അദ്ദേഹം എങ്ങനെ പിരിച്ചെഴുതുക? ആ ദേഹമാണ്. അദ്ദേഹം. അദ്ദേഹം. വിദ്യുത് ശക്തി എങ്ങനെയാണ്? വിദ്യുത് ശക്തി. അടുത്തത് ചിന്മുദ്ര. ചിന്മുദ്ര എന്ന് വെച്ചാൽ ചിത് മുദ്രയാണ് ചിന്മുദ്ര. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പിരിച്ചെഴുതുകയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പറയൂ. ധ്വനി എന്ന പദത്തിന്റെ അർത്ഥം. ധ്വനി എന്ന് വെച്ചാൽ എന്താണ്? ധ്വനി എന്ന് പറഞ്ഞാൽ നദിയാണ്. ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം. ധ്വാനം എന്ന് പറഞ്ഞാൽ ശബ്ദം. ധ്വാന്തം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. കണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തത് ശശം മുയൽ ആണ്. ശശി ചന്ദ്രൻ. അതുപോലെ ശശധരൻ ഉണ്ട്. മുയലിനെ ധരിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ശശധരൻ ചന്ദ്രൻ തന്നെയാണ്. ശശിധരൻ ശശിയെ ധരിച്ചവൻ. ശശി മീൻസ് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനെ ധരിച്ചവൻ അല്ലെങ്കിൽ ചന്ദ്രകലയെ ധരിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ശിവൻ. അടുത്തത് ശശിപ്രിയം. ശശിപ്രിയം. ശശിക്ക് പ്രിയപ്പെട്ടത് എന്താണ്? ആമ്പൽ അല്ലേ? അടുത്തത് മൗനിയുടെ എതിർലിംഗം. മൗനി. മൗനി എന്ന് പറഞ്ഞാൽ മൗനത്തിലായ ആളാണ് മൗനി. അപ്പൊ അയാളുടെ എതിർലിംഗം മൗനി. അപ്പം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് ചോദിക്കും. അപ്പൊ മൗനി പുല്ലിംഗമാണ്. അതിന്റെ എതിർലിംഗം മൗനിനി. അടുത്തത് കുകീലം എന്ന പദത്തിന്റെ അർത്ഥം. കുകീലം എന്താ അർത്ഥം? പർവ്വതം. കുകീലം പർവ്വതം. പർവ്വതം എന്നാണ് കുകീലത്തിന്റെ അർത്ഥം. അചലം പർവ്വതമാണ്. ഗിരി പർവ്വതം. ശൈലം
അദ്രി. അടുത്തത് കുക്കുഭം. കുക്കുഡം കോഴിയാണ്. കുക്കുഭം ഉണ്ട്, കാട്ടുകോഴി എന്നർത്ഥം. അടുത്തത് കുഞ്ചരം. കുഞ്ചരൻ. കുഞ്ചരം. കുഞ്ചരം ആന. കുഞ്ചലം ഉണ്ട്, അറിയാമോ? കുഞ്ചലം അത് ഈ പിന്നെ ഡാൻസ് ഒക്കെ കളിക്കുന്നവർ ആ നീളമുള്ള മുടിയിൽ താഴെ ഇങ്ങനെ തൂക്കിയിടുന്ന തൊങ്ങല്, അതിന് കുഞ്ചലം എന്നാ പറയുക. കുഞ്ചരം ആന. അടുത്തത് കുചന്ദനം. കുചന്ദനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്തചന്ദനം എന്നാണ് അർത്ഥം. മാലേയം ചന്ദനം, അത് ഈ ഇടയ്ക്കുള്ള പരീക്ഷയ്ക്ക് ഓഗസ്റ്റ് 17 തീയതി ഉള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. മാലേയം ചന്ദനമാണ്. ഗോരോചനം വേറെയാണ് കേട്ടോ, അത് ഗോവിൽ നിന്ന് എടുക്കുന്നതാണ്, അത് വേറെ. ഗോരോചനം വേറെയാണ്, അത് ചന്ദനമല്ല കേട്ടോ. അടുത്തത് രാക്ഷസന്റെ പര്യായങ്ങൾ. ഏതൊക്കെയാണ് രാക്ഷസന്റെ പര്യായപദങ്ങൾ? കൗണപൻ, നക്തഞ്ചരൻ. നക്തഞ്ചരൻ നമുക്ക് അറിയാവുന്ന ആദ്യം അത് എഴുതി പോവാം. നിശാചരൻ, കൗണവൻ അല്ലേ? അടുത്തത് ക്രവ്യാതൻ. ക്രവ്യാതൻ. അടുത്തത് അസൃക്പൻ. അടുത്തത് കീകസാത്മജൻ. അടുത്തത് കർബുരൻ. ഇത്രയുള്ളോ? അല്ല, യാതു. യാതുണ്ട്. നൈര്യതൻ. നൈര്യതൻ. അത്രേ ഉള്ളൂ. രാക്ഷസന്റെ പര്യായപദങ്ങൾ നോക്കൂ. രാക്ഷസൻ, നക്തഞ്ചരൻ, നിശാചരൻ, കൗണപൻ, ക്രവ്യാതൻ, അസൃക്പൻ, കീകസാത്മജൻ, കർബുരൻ, യാതു, നൈര്യതൻ. നൈര്യതൻ ഇത്രയുമാണ് രാക്ഷസന്റെ. നോക്കി വെക്കുക. അനുജനോടൊപ്പമുള്ളവൻ സാനുജനാണ്. അടുത്തത് ശംഭം. അർത്ഥം ശംഭം എന്ന് പറഞ്ഞാൽ എന്താ? മിന്നൽ. മിന്നൽ. അടുത്തത് സന്നിഭം. അർത്ഥം സന്നിഭം, തുല്യം. ജീവിതാവസ്ഥ വിഗ്രഹിക്കുന്നത് എങ്ങനെ? ജീവിതാവസ്ഥ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിലെ അവസ്ഥയാണോ ജീവിതത്തിന്റെ അവസ്ഥയാണോ? ജീവിതത്തിന്റെ അവസ്ഥ. കറക്റ്റ്, ജീവിതത്തിന്റെ അവസ്ഥയാണ്. അടുത്തത് പുളിശ്ശേരി വെക്കുക എന്ന ശൈലിയുടെ പുളിശ്ശേരി വെക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നർത്ഥം ആണോ? അതെ. പുളിശ്ശേരി വെക്കുക, നശിപ്പിക്കുക. അടുത്തത് സാക്ഷിയുടെ എതിർലിംഗം. നശിപ്പിക്കുക. സാക്ഷി. സാക്ഷി പുല്ലിംഗമാണ്, അതിന്റെ എതിർലിംഗം സാക്ഷി. സാക്ഷിണി. പാവനൻ. അർത്ഥം പാവനൻ, പരിശുദ്ധൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. പാവകൻ ഉണ്ട്, അഗ്നി. അതുപോലെ പാവനൻ മാത്രമല്ല, പിന്നെന്താ പറഞ്ഞേ? പവനൻ. പവനൻ കാറ്റ്. പിന്നെ ഉക്തി. ഉക്തി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നർത്ഥം. വേർഡ്, ഉക്തി. അടുത്തത് ആവർത്തിച്ചു പറയുന്നത്. ആവർത്തിച്ചു പറയുക ഒറ്റപ്പദം പുനരുക്തിയാണ്. പുനരുക്തി, ആവർത്തിച്ചു പറയൽ എന്നർത്ഥം. മൃത്തിക. മൃത്തിക, മണ്ണ്. മൃത്തിക സമം മണ്ണ്. അടുത്തത് തിക്തത്തിന്റെ വിപരീത പദം. തിക്തം. തിക്തം ഓപ്പോസിറ്റ് മധുരം. തിക്തം കയ്പ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം മധുരം. അടുത്തത് ഹേദിയുടെ അർത്ഥം. ഹേദി എന്ന് വെച്ചാൽ എന്താ? ആയുധം അല്ലേ? അതെ. ആയുധം. അപ്പോ ഹേദി മാൻ. ഹേദിമാൻ എന്ന് പറഞ്ഞാൽ ആയുധം കയ്യിലേന്തിയവൻ എന്നർത്ഥം. അടുത്തത് ഹിതം. ഹിതം ആഗ്രഹമാണ്. മറ്റൊരു പേരുള്ളത് ഇച്ഛ. ഇതം എന്ന് പറഞ്ഞാലും ഹിതത്തിന്റെ തൽഭവ രൂപമാണ് ഇതം. വാരണം. വാരണം ആന.
ഗജം, ദ്വിരഥം, ദന്തി, കുഞ്ചരം അല്ലേ? ഇതെല്ലാം ആനയുടെ പര്യായപദങ്ങളാണ്. അടുത്തത് നോക്കൂ, നദിയുടെ പര്യായം ചോദിക്കും. അപ്പം നദപതി കടലാണ്. നദപതി കടലാണ്. നദി എന്ന് വെച്ചാൽ എന്താണ്? നദി കണ്ടോ? നദി എന്ന് പറയുമ്പം ശൈവലിനി, ദീപവതി, സ്രവന്തി, ഹ്രദിനി, ഹ്രദിനി, ആപക, നിമിനക, സ്രോതസ്വിനി. അവിടെ നിമിനം എന്ന് പറയുമ്പോൾ താഴെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നിമിനത്തിന്റെ ഓപ്പോസിറ്റ് ഉന്നതം.